അല്പായുസ് മാത്രമുള്ള, നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത ചെറുജീവികളായാണ് സാധാരണ നമ്മൾ ഈയാമ്പാറ്റയെ കണക്കാക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ അത്ര നിസ്സാരക്കാരല്ല ഇവർ എന്ന് നമുക്ക് ബോധ്യമാകും. മനുഷ്യരുടെ പേടിസ്വപ്നമായ ചിതലുകളാണ് ഇവർ. ഇതുവരെ 3100-ലധികം സ്പീഷീസ് ചിതലുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടാൽ ഉറുമ്പുകളെ പോലെ തോന്നുമെങ്കിലും ഇവർക്ക് പാറ്റകളോടാണ് കൂടുതൽ സാമ്യം. ഉറുമ്പുകൾ ഇവരുടെ ശത്രുക്കളാണ്. ഉറുമ്പിനെയും തേനീച്ചകളെയും പോലെ സമൂഹ ജീവികളാണ് ഇവരും. ഇവരുടെ കോളനി ഒരു മഹാസാമ്രാജ്യം തന്നെയാണ്. രാജ്ഞിയും രാജാവും പടയാളികളും ജോലിക്കാരുമുള്ള ഒരു വമ്പൻ സംവിധാനം. വലുപ്പത്തിൽ ഏറ്റവും വലുത് രാജ്ഞിയാണ്. വലിയ അണ്ഡാശയമുള്ള രാജ്ഞിയുടെ പണി ഇണചേരലും മുട്ടയിടലും മാത്രമാണ്. കോളനിയിൽ അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ജോലിക്കാരാണ്. കാഴ്ചശക്തിയും പ്രത്യുൽപാദന ശേഷിയും ഇല്ലാത്ത ഇവരാണ് രാജ്ഞിയുടെ കാര്യങ്ങൾ നോക്കുന്നതും രാജ്ഞിയെ താങ്ങി നടത്തുന്നതും മുട്ട വിരിയിക്കുന്നതും കുട്ടി ലിംഫുകൾ ആഹാരം നൽകി പരിപാലിക്കുന്നതും ചെറിയ വായകളുള്ള പടയാളികൾക്ക് ഭക്ഷണം നൽകുന്നതും എന്ന് വേണ്ട ചിതൽക്കൂടിനകത്തെ താപനില നിയന്ത്രിക്കുന്നത് പോലും ഈ കുഞ്ഞൻ ജോലിക്കാരാണ്. രാജ്ഞി സ്രവിക്കുന്ന ഫിറമോണുകളെ ആശ്രയിച്ചാണ് കോളനിയിലെ ആശയവിനിമയങ്ങൾ നടക്കുന്നത്. രാജ്ഞിയെ നക്കി തുടയ്ക്കുമ്പോൾ ഇത് ജോലിക്കാർക്ക് ലഭിക്കുന്നു. ആഹാരം കൈമാറുന്നത് വഴി ഇത് മറ്റെല്ലാവരിലും എത്തുന്നു. ഇതുവഴിയാണ് രാജ്ഞി അടുത്ത ലിംഫ് ആരായിരിക്കണമെന്ന തീരുമാനമെടുക്കുന്നത്. 20 വർഷത്തോളമാണ് സാമ്രാജ്യത്തിൻ്റെ അധിപയായ രാജ്ഞിയുടെ ആയുസ്. വയസ്സാകുമ്പോൾ ഫിറമോൺ ഉൽപ്പാദനം കുറയും. അപ്പോഴേക്കും കൂട്ടത്തിലെ കുറച്ച് ലിംഫുകൾ രാജ്ഞിയാവാൻ തയ്യാറായിട്ടുണ്ടാവും. അതിലെ മുതിർന്ന ലിംഫ് രാജ്ഞിയാകും. രാജാവ് ജീവിതകാലം മുഴുവൻ ഇണചേരൽ നടത്തും. ഇനി കാര്യത്തിലേക്ക് വരാം. പ്രത്യുൽപാദനശേഷിയുള്ള ചിതലുകൾക്ക് ചിറകുകൾ ഉണ്ടാകും. അവയാണ് ഈയലുകൾ. എണ്ണം കൂടിയാൽ എല്ലാവർക്കും ഒരു കോളനിയിൽ താമസിക്കാൻ കഴിയില്ല. അനുകൂല കാലാവസ്ഥ വരുമ്പോൾ ചിതൽക്കൂട്ടിലെ പ്രത്യേക ദ്വാരങ്ങൾ തുറന്ന് ഇവ പുറത്തേക്ക് പറക്കും. വലിയ കണ്ണുകളുള്ള ഇവരുടെ കൂട്ടത്തോടെയുള്ള ഈ പറക്കലിനെ സ്വാമിങ് എന്നാണ് വിളിക്കുന്നത്. ലോലമായ ചിറകുകളായതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തെ പറക്കലിന് ശേഷം ചിറകുകൾ പൊഴിഞ്ഞു പോകും. ചിറകുകൾ പൊഴിഞ്ഞുപോയ ഇവ മണ്ണിനടിയിൽ പോയി ഇണചേർന്ന് പുതിയ കോളനികൾ ഉണ്ടാകും. പല ജീവികൾക്കും ചിതൽ നല്ലൊരു ഭക്ഷണമാണ്. നാട്ടുവേലിത്തത്ത, ഇരട്ടവാലൻ, മൂങ്ങകൾ, തവളകൾ, പൂച്ചകൾ തുടങ്ങി ഒരുപാട് ജീവികൾക്ക് ആഹാരമാണ് ഈയാമ്പാറ്റ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഈയാമ്പാറ്റകളെ ഇവരെയെല്ലാം അതിജീവിച്ച് പുതിയ കോളനികൾ നിർമ്മിക്കാറുണ്ട്. ചിതൽ നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും പ്രകൃതിക്ക് മനുഷ്യനേക്കാൾ ഏറെ ഉപകാരമുള്ള ജീവികളാണ്. നോൺ സ്റ്റോപ്പ് തീറ്റക്കാരായ ഇവർ മരങ്ങൾ, ഇലകൾ എന്നു വേണ്ട ജൈവമായ എല്ലാം തിന്ന് വിഘടിപ്പിച്ച് മണ്ണാക്കി മാറ്റും. അങ്ങനെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തും.